ഹായ്. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി എല്ലാ മോഡ്യൂൾസും നമ്മൾ പറഞ്ഞു, ഒരുവിധം ടോപ്പിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്, പക്ഷേ എന്നാലും ടോപ്പിക്കുകളൊക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്ന മോഡ്യൂളാണ് തേർഡ് മോഡ്യൂൾ. അതിനകത്ത് അവസാനത്തെ ഒരു മോസ്ഫെറ്റ് ആംപ്ലിഫയർ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് ചോദിക്കില്ല എന്നുള്ളതല്ല, എന്നാലും നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡ്രോ ദ സർക്യൂട്ട് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് കമ്പണൻറ്റ്. അപ്പോൾ അവിടെ സർക്യൂട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കമ്പണൻറ്റിൻ്റെയും ഫംഗ്ഷൻ പറയുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പണൻറ്റ് ഇവിടെ ട്രാൻസിസ്റ്റർ തന്നെയാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു BJT ആണ്. അതൊരു NPN ട്രാൻസിസ്റ്ററാണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ BT ആയിരിക്കും. പിന്നെ 3 കറണ്ട് ഉണ്ട്. IB എന്നുള്ളത് ഇൻപുട്ട് കറണ്ട്, IC എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടായിരിക്കും ഇതിനെ ക്രോസ്. പിന്നെ ഇവിടെ ഒരു IE എന്നുള്ള കറണ്ട് ഉണ്ടായിരിക്കും. ഇനി റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ IE വിൽ ബി ഈക്വൽ ടു IC പ്ലസ് IB ആയിരിക്കും. ഇനി IBയും ICയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, IB ഈസ് ദ ഇൻപുട്ട് കറണ്ട് ആൻഡ് IC ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു IC ബൈ IB, അല്ലെങ്കിൽ IC ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കമ്പണൻറ്റിനെ കുറിച്ച് പറയാനുള്ള. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ IB എന്ന് പറയുന്ന ഇൻപുട്ട് വഴി വരുന്ന ആ കറണ്ട് വഴി വരുന്ന സിഗ്നലാണ്. ഇറ്റ്സ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ്. സോ അതൊക്കെയാണ് ബേസിക്കായിട്ട് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള കമ്പണൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് resistors and capacitors. There are 2 types of capacitors here. One is coupling capacitor and another is bypass capacitor. Cin and Cc are coupling capacitor, which are used to couple either input or another stage of amplifier. In the circuit, Cin is an input capacitor or input coupling capacitor which will couple the signal to the circuit. What is the need for a coupling capacitor? No, we can directly connect the wire to the input. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ it will connect both AC and DC ഫ്രം ദ ഇൻപുട്ട് സോഴ്സ്. അപ്പോൾ സോഴ്സിനകത്ത് സിഗ്നൽ അല്ലാണ്ട് ഏതെങ്കിലും രീതിയിൽ ക്ലാംഡ് ആയിട്ട് ഏതെങ്കിലും DC ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ DCനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ കണക്ട് ഓൺലി ദ AC പാർട്ട് ഓഫ് ദ സിഗ്നൽ ടു ദ സർക്യൂട്ട്. സിമിലർലി നമ്മൾ മോസ്റ്റ് കേസിലും ഒരു ആംപ്ലിഫയർ ചിലപ്പോൾ മതിയാവില്ല, അടുത്തൊരു ആംപ്ലിഫയറും കൂടെ യൂസ് ചെയ്യും. വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ കാസ്കേഡിംഗ് ആംപ്ലിഫയർ ഓർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പോൾ ആ കേസിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പ്യുവർ AC ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. സോ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എന്ത് മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ? ഓൺലി AC ഷുഡ് ബി കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ വി ഹാവ് ടു ബ്ലോക്ക് ദ DC ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് വി വിൽ ബി യൂസിങ് എ കപ്ലിംഗ് കപ്പാസിറ്റർ അറ്റ് ദ ഔട്ട്പുട്ട് ഓൾസോ. സോ അതാണ് CC എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദർ ഈസ് അനദർ കപ്പാസിറ്റർ വിച്ച് ഇസ് നോൺ ആസ് ബൈപ്പാസ് കപ്പാസിറ്റർ വിച്ച് ഇസ് യൂസ്ഡ് അക്രോസ് ദ റെസിസ്റ്റൻസ് RE. അപ്പോൾ നമ്മൾ RE RC എന്താണെന്ന് നമ്മൾ പറയാം. അതായത് നമ്മൾ ബേസിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ആ ഇൻപുട്ട് കറണ്ട് IB ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IC കറണ്ട് ഇവിടെ കളക്ടറിലും ഒരു IE കറണ്ട് ഇവിടെയും വരണം, രണ്ട് എൻഡിലും വരണം. അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റേഴ്സാണ് REയും RCയും വരുന്നത്. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് AC പ്ലസ് DC. ബിക്കോസ് നമ്മൾ ഇതിനെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് വിതൗട്ട് എനി ഇൻപുട്ട് സിഗ്നൽ ദർ വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC വോൾട്ടേജ്, ഒരു വോൾട്ടേജ് അക്രോസ് ഈ ട്രാൻസിസ്റ്റർ ഉണ്ടായിരിക്കും. സോ അത് പ്ലസ് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ ആയിരിക്കും വരിക. സോ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിഗ്നൽ ഇവിടെ REക്ക് അക്രോസും ആ സിഗ്നൽ വരും. ആ സിഗ്നൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഈ കപ്പാസിറ്റർ ഇല്ല എന്ന് വിചാരിക്കുക, ആ എൻറ്റയർ സിഗ്നൽ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ ഒരു പോർഷൻ വീണ്ടും ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യാൻ തുടങ്ങും. സോ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാൻ കാരണമാവും. പകരം നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ അതിൻ്റെ DC പാർട്ടിനെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും.
അപ്പോൾ ആ ഡി സി പാർട്ട് ബ്ലോക്ക്ഡ് ആവുന്നതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഇവിടെ നമുക്ക് ഗെയിൻ കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ യൂസ് ടു ബൈപ്പാസ്, ഇവിടെ ഞാൻ എഴുതി വെച്ചതിനകത്ത് ഇറ്റ് വിൽ ബൈപ്പാസ് ഡി സി കമ്പണൻസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എ സി പാർട്ട് മുഴുവൻ ഇതുവഴി പോവും, ഡി സി പാർട്ട് മാത്രമാണ് ഇതുവഴി പിന്നീട് കടന്നു പോകുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പണൻസാണ് നമ്മുടെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിനകത്ത് വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇക്വേഷനും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 1 സെക്കൻഡ്. ഇവിടെ വേറെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എല്ലൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻസാണ്. ബാക്കി നമുക്ക് കറണ്ടുകളും വോൾട്ടേജുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്ന ഇക്വേഷൻസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാത്ത് വഴിയാണ് പറയുന്നത്. ഇവിടെ മുകളിൽ വി സി സി ഉണ്ടെങ്കിൽ ആ വി സി സി എന്നുള്ള കറണ്ട് ഐ സി ആർ സി വഴി ഇതിനക്രോസുള്ള വോൾട്ടേജ് വി സി ഇ ആണെങ്കിൽ ആ വി സി ഇ, പിന്നെ ഇതിനക്രോസുള്ള വോൾട്ടേജ് ഐ ഇ ആർ ഇ ആണെങ്കിൽ അപ്പോൾ വി സി സി വിൽ ബി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ. അതങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി അതുപോലെ ഐ ഇ എന്ന് പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഐ സി പ്ലസ് ഐ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഐ ബി എന്താണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടു ആണെങ്കിൽ ഈ ഐ വൺ മൈനസ് ഐ ടു അതായിരിക്കും ഐ ബിയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും, ഐ ബി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഈ ഇക്വേഷൻ വരുന്നത്. പിന്നെ നമ്മുടെ ബാക്കി രണ്ട് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി സി സി, ഈ എൻഡിലുള്ളത് വി സി സി ആണ്. സോ വി സി സി വിൽ ബി ഈക്വൽ ടു ഐ വൺ ആർ വൺ പ്ലസ് വി ബി, ഇതിനക്രോസുള്ള വോൾട്ടേജാണ് വി ബി എന്ന് പറഞ്ഞ വോൾട്ടേജ്, പ്ലസ് ഐ ഇ ആർ ഇ. അപ്പോൾ കറണ്ട് ഇത് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്നുള്ളത് കണക്കാക്കുകയാണെങ്കിൽ വി സി സി ഈക്വൽ ടു ഐ വൺ ആർ വൺ പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ എന്ന് എഴുതാം. സിമിലർലി നമുക്ക് വി ആർ ടുവിൻ്റെ ഇക്വേഷൻ, ഇതിനക്രോസുള്ള വോൾട്ടേജ് വി ആർ ടു എന്നുള്ള വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിനക്രോസുള്ള വോൾട്ടേജ്, അതായത് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ. അതായത് ഈ രണ്ട് ടെർമിനലിന് അക്രോസുള്ള ഈ രണ്ട് ടെർമിനലിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞത് ഈ രണ്ട് ടെർമിനലിൽ അക്രോസുള്ള വോൾട്ടേജ് പ്ലസ് ഈ രണ്ട് ടെർമിനലിന് അക്രോസുള്ള വോൾട്ടേജ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഇക്വേഷൻസ് മുഴുവൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് നമ്മൾ പ്രാക്ടിക്കലി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാറുണ്ട്. അതായത് പിന്നെ ഇത് ആക്റ്റീവ് റീജിയനിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം 50% വി സിക്ക് അക്രോസ് വരണം, 40% വി ആർ സിക്ക് അക്രോസ് വരണം, ബാക്കി 10% ആണ് ആർ ഇക്ക് അക്രോസ് വരുന്നത്. ഈ രീതിയിൽ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കലി എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല, പക്ഷേ നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. ചില കേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് അധികം ഇൻഫർമേഷൻസ് ഇല്ലാത്തൊരു കേസ് വരാറുണ്ട്. അപ്പോൾ അവിടെ വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, എങ്ങനെയാണത് വരുന്നത് എന്നുള്ളതും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ഇതേ സർക്യൂട്ട് തന്നെയാണ് കേട്ടോ ഞാനതൊന്ന് മാറ്റി വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഈ ആർ വണ്ണും ആർ ടുവും വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ആർ വണ്ണും ആർ ടുവും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ഐ ടു ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ തെവനിൻ ഈക്വലൻറ്റ് സർക്യൂട്ട് എടുക്കുകയാണ് ചെയ്യുക. തെവനിൻ ഈക്വലൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വി സി സിനെ പിടിച്ചിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ആർ വണ്ണും ആർ ടുവും ഈ വി സി സിനെ പിടിച്ച് നേരിട്ട് ഗ്രൗണ്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഈ വി സി സി കാരണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടല്ലോ. വി സി സി കാരണം ആർ വണ്ണിലൂടെയും ആർ ടുവിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തെവനിൻ ഈക്വലൻറ്റ് വെച്ച്, അപ്പോൾ അതിന് ഞാൻ കറക്റ്റ് തെവനിൻ ഈക്വലൻറ്റ് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പകരം ഈ രണ്ട് ഇക്വേഷനും ഈ ഫിഗറും പഠിച്ചു വയ്ക്കുക. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ടു അവിടെ തന്നെ, ആർ വണ്ണും വി സി സിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തു. ഈ ഒരു വി സി സി ആർ വണ്ണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മളിത് എങ്ങനെ വരച്ചു. അവിടെ വേറെ വി സി സി ഉണ്ട്, മുകളിൽ വേറെ വി സി സി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, വി ടി എച്ചും ആർ ടി എച്ചും ആയിട്ടാണ് വരയ്ക്കുക. അവിടെ വി ടി എച്ച് എന്ന് പറയുന്നത് വി സി സി ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടുവും, അതേസമയത്ത് ആർ ടി എച്ച് എന്ന് പറയുന്നത് ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇതാണ് തെവനിൻ ഈക്വലൻറ്റ് കാണാനുള്ള വഴി. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചോട്ടോ, ഇത് നമുക്ക് ആവശ്യം വരും. ഇനി ആ തെവനിൻ ഈക്വലൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ വി ടി എച്ച് ഇസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ടി എച്ച്, പിന്നെ നമുക്ക് ഐ വണ്ണും ആർ ടു ഒന്നുമില്ല, ഐ ബി മാത്രമേ ഉള്ളൂ, ഐ ബി ഇൻറ്റു ആർ ടി എച്ച്
പ്ലസ് ഇതിന് അക്രോസുള്ള വി ബി ഇ പ്ലസ് IERE എന്നോ അല്ലെങ്കിൽ ICRE എന്ന് എഴുതാം. കാരണം അപ്രോക്സിമേറ്റ്ലി IE ഈക്വൽ ടു IC ആണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് IE തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. Y ആക്സിൽ ഗെയിൻ ഇൻ dB യും X ആക്സിൽ ലോഗ് F ആണ്. നമ്മുടെ ഗെയിൻ കുറേ നേരം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇനീഷ്യലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും. മാക്സിമം വോൾട്ടേജ് AV ആണെങ്കിൽ അതിനകത്തുനിന്ന് -3 dB ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈൻ ക്രോസ് ചെയ്യുന്ന രണ്ട് ഫ്രീക്വൻസീസ് ആണ് FL-ഉം FH-ഉം. ദീസ് ആർ നോൺ ആസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. FL ഇസ് ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് FH ഇസ് ദ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഈ -3 dBയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് വി വിൽ ഗെറ്റ് എ മിനിമം ഓഫ് ഹാഫ് പവർ ബാൻഡ്വിഡ്ത്ത് എന്നാണ് നമ്മളിതിനെ പറയുക. അതായത് മാക്സിമം AV ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന പവറിൻ്റെ ഹാഫ് പവറെങ്കിലും നമുക്ക് കിട്ടുന്നത് ഈ -3 dBയിലാണ്, വിച്ച് ഇസ് ഈക്വലൻ ടു V0/√2. ഓക്കെ, അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലോഗരിതമിക് വാല്യൂ ആണിത്. സോ ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനീഷ്യലി പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും, പിന്നെ കോൺസ്റ്റൻ്റ് ആവും, പിന്നെ കുറയും. ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഹാൻഡ് റൈറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ PPT അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒരു കാരണമാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരാനായിട്ട്. ഇറ്റ് വിൽ എഫക്ട് ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈ പോയിന്റിൽ നിൽക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ മാറ്റുന്ന സമയത്ത്. അതേപോലെ തന്നെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, അതായത് നമ്മുടെ എമിറ്ററിന് അക്രോസുള്ള ബൈപ്പാസ് കപ്പാസിറ്റർ, അത് മാറ്റുന്നതിനനുസരിച്ചിട്ടും ഗെയിനിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ കൂടും, കാരണം ഫീഡ്ബാക്ക് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗെയിൻ കൂടുന്ന ചാൻസ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ബാൻഡ് വിഡ്ത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറയാനാണ് സാധ്യത. അതായത് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി കയറിപ്പോവും. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ പൊസിഷൻ മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കുറേയും കൂടെ റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ്ലി ബാൻഡ് വിഡ്ത്ത് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റൻസ് ഉണ്ട്. സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെർമിനലിനൊക്കെ അക്രോസ്, അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലും ബേസിലും എമിറ്ററിലൊക്കെ ഓരോരോ പൊളാരിറ്റീസാണ് ഇരിക്കുന്നത്. ആ പൊളാരിറ്റീസ് കാരണം അതിന് അക്രോസ് രണ്ട് ടെർമിനലിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ രണ്ട് ടെർമിനൽസും അതിന് അക്രോസ് ഒരു ഡൈലക്ട്രിക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയ ഉണ്ടെങ്കിൽ അതിന് അക്രോസ് ഒരു വെരി ഫീബിൾ കപ്പാസിറ്റൻസിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രേ കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും. അത് പിന്നെ ലോവർ ഫ്രീക്വൻസീസിൽ അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷേ ഹയർ ഫ്രീക്വൻസീസിൽ അത് ആംപ്ലിഫിക്കേഷനെ ലിമിറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ HFE മിനിമം. HFE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റയാണ്. ബീറ്റ തന്നിട്ടുണ്ട് 50 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. VCC തന്നിട്ടുണ്ട് 18 എന്നുള്ളത്. VBE തന്നിട്ടുണ്ട് 0.7 എന്നുള്ളത്. പിന്നെ R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, RE തന്നിട്ടുണ്ട്, RC തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത് IC, IB, IE, പിന്നെ VCE, VE ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ തെവനിൻ ഇക്വലൻ്റ് വെച്ചിട്ട് VTHും കണ്ടുപിടിക്കുക, RTHും കണ്ടുപിടിക്കുക. ഓക്കെ, VTHും RTHും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VTHന് ഒരു വാല്യൂ കിട്ടി, RTHന് ഒരു വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് IB കണ്ടുപിടിച്ചൂടെ? എങ്ങനെ IB കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. IB RTH പ്ലസ് VBE പ്ലസ് IERE വിൽ ബി ഈക്വൽ ടു VTH. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? VTH നമുക്ക് കിട്ടി, RTH നമുക്ക് കിട്ടി. ഇനി IE നമുക്ക് എന്താ അറിയാം? ഇക്വേഷൻ IE എന്ന് പറഞ്ഞാൽ IB പ്ലസ് IC ആണ്. IC എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ IB ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IE ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 IB ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് IB ഈക്വൽ ടു ഇതുപോലെ ഒരു 68 മൈക്രോ ആംപിയർ എന്നുള്ള കറണ്ട് കിട്ടി. ഇനി IEയുടെ ഇക്വേഷൻ എന്താണ്? IE ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് IE കിട്ടി. ഇനി IC എന്താണ്? ബീറ്റ IB ആണ്. അപ്പോൾ 50 × IB ചെയ്ത് കഴിഞ്ഞാൽ IC കിട്ടി. അപ്പം 3 കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് VCE ആണ് കിട്ടാനുള്ളത്. VCE കിട്ടാൻ ഞാനിപ്പോൾ അത് ഇതിനകത്ത് ചെയ്തിട്ടിട്ടില്ല. VCE കിട്ടാനുള്ള ഇക്വേഷൻസ് ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ. ആ ഫസ്റ്റ് ഇക്വേഷനകത്ത് ജസ്റ്റ് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VCC നമുക്കറിയാം 18 ആണ്. IC ഇപ്പോൾ നമുക്ക് കിട്ടി. RC നമുക്കറിയാം. IE നമുക്കറിയാം. RE നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി വിൽ ഗെറ്റ് VCE. അപ്പോൾ VCE എന്നുള്ള വോൾട്ടേജ് ഇതിന് അക്രോസുള്ള വോൾട്ടേജാണ്. ഇതിന് വോൾട്ടേജാണ് VCE എന്ന് പറഞ്ഞ വോൾട്ടേജ്. ഇനി VE എന്നുള്ള വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുക? ഈ പോയിന്റിന് അക്രോസുള്ള വോൾട്ടേജാണ്. അതായത് VE എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതായത് VE എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു IE × RE ആണ്. ഓക്കെ, IE × RE ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് VE കിട്ടും. അപ്പോൾ IE നമ്മൾ കണ്ടുപിടിച്ചു, RE കണ്ടുപിടിച്ചു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VE കിട്ടും. അപ്പോൾ VC എന്താ കിട്ടുക? VC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അക്രോസുള്ള വോൾട്ടേജാണ് VC എന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? VC വിൽ ബി ഈക്വൽ ടു VCE + VE ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VC എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി VCE നമുക്ക് ഇവിടുന്ന് കിട്ടി, VE കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ വോൾട്ടേജ് VC. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് ഗിവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയാസിങ് ഇൻ ട്രാൻസിസ്റ്റേഴ്സിൽ എന്തിനാണ് ഈ ബയാസിങ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ബയാസിങ് ആണ്. ഇത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ബയാസിങ്? ബയാസിങ് ഈസ് അപ്ലൈയിങ് എ DC വോൾട്ടേജ് ടു എ ട്രാൻസിസ്റ്റർ ബേസ്ഡ് സർക്യൂട്ട് ഓർ എനി ഇലക്ട്രോണിക് സർക്യൂട്ട് സോ ആസ് ടു എൻഷുർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സപ്ലൈനെയാണ് ബയാസിങ് എന്ന് പറയുക. ഇറ്റ് മെ നോട്ട് ബി റിലേറ്റഡ് ടു ദ ഇൻപുട്ട് ആൻഡ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ദ സർക്യൂട്ട് ഓർ ഡിവൈസ് ഇൻ എൻ ഓപ്പറേറ്റിംഗ് റേഞ്ച്. അപ്പോൾ അതിനെയാണ് ബയാസിങ് എന്ന് പറയുക. സിമിലർലി ട്രാൻസിസ്റ്ററിന് 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ട്രാൻസിസ്റ്റർ പല പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സ്വിച്ച്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ആംപ്ലിഫയർ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഓസിലേറ്റർ. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനലിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചിട്ട് നമ്മൾ 4 റീജിയൻസ് പറയും. ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ ആൻഡ് ഇൻവേർട്ടഡ് ആക്ടിവേറ്റഡ് റീജിയൻ. അതിൽ ഇൻവേർട്ടഡ് ആക്ടിവേറ്റഡ് റീജിയൻ നമ്മൾ നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് സാച്ചുറേറ്റഡ് റീജിയനും കട്ട് ഓഫ് റീജിയനും ആക്റ്റീവ് റീജിയനുമാണ്. അതിനുള്ള കണ്ടീഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ, വാട്ട് ഈസ് എമിറ്റർ ജംഗ്ഷൻ? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ടർ, ബേസ്, എമിറ്റർ. അപ്പോൾ എമിറ്റർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എമിറ്ററിനും ബേസിനും അക്രോസുള്ള ജംഗ്ഷനെയാണ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുക. കളക്ടറിനും ബേസിനും അക്രോസുള്ള ജംഗ്ഷനെയാണ് നമ്മൾ കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൻ. ഈ റീജിയൻ ാണ് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി 2 ഫോർവേഡ് ബയസ് ആണെങ്കിൽ, എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്, കളക്ടർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്, 2 ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ദ ട്രാൻസിസ്റ്റർ ഈസ് സെറ്റ് ടു ബി ഇൻ ഓൺ കണ്ടീഷൻ, ഇറ്റ് ഈസ് ഇൻ സാച്ചുറേറ്റഡ് കണ്ടീഷൻ. സിമിലർലി 2 ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ട്രാൻസിസ്റ്റർ വിൽ നോട്ട് വർക്ക്, സോ ഇറ്റ് വിൽ ബി സെറ്റ് ടു ബി ഇൻ കട്ട് ഓഫ് റീജിയൻ. അപ്പോൾ വോൾട്ടേജ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാം, ഓഫ് ആക്കാം, അതിനെ ആംപ്ലിഫയിങ് റീജിയനിലേക്ക് ആക്കാം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബയാസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ബയാസിങ് നമ്മൾ എന്തിനാണ് കൊടുക്കണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ബയാസിങ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ നോട്ടൊന്ന് നോക്കേ. നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബയാസിങ് കൊടുക്കുന്നത് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഓപ്പറേഷൻ വിൽ എൻക്ലോസ് വിത്തിൻ ദ ആക്റ്റീവ് റീജിയൻ. സോ നമ്മുടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് വോൾട്ടേജ് കാരണം സിഗ്നൽ ആക്റ്റീവ് സാച്ചുറേഷൻ റീജിയനിലേക്കോ കട്ട് ഓഫ് റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം നമുക്ക് മിസ്സായി പോകും. ആക്റ്റീവ് റീജിയനിലുള്ള സാധനങ്ങളെ മാത്രമേ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സർക്യൂട്ടിൻ്റെ മാക്സിമം ഓപ്പറേഷൻ, അതായത് മാക്സിമം VCE വോൾട്ടേജ് എത്ര വരാം, മാക്സിമം കളക്ടർ കറണ്ട് എത്ര വരാം എന്നുള്ളത് വെച്ചിട്ട് നമ്മളൊരു ലോഡ് ലൈൻ പ്ലാൻ ചെയ്യും. ആ ലോഡ് ലൈനിൽ ഈ ആക്റ്റീവ് റീജിയൻ വരുന്ന ഇത്രയും ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ മിഡിൽ പോർഷൻ, ആ മിഡിൽ പോർഷനിൽ സർക്യൂട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബയാസിങ് സെറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബയാസിങ് ചെയ്യുന്നതിൻ്റെ ഒരാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെബിലിറ്റി എന്താണെന്ന് പറയണം, തെർമൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് പറയണം, തെർമൽ റൺ അവേ എന്താണെന്ന് പറയണം. അപ്പോൾ
അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഡയഗ്രാം. ടിപ്പിക്കലായിട്ട് നമ്മൾ കറണ്ട് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ബേസ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കളക്ടർ കറണ്ട് കൂടി വരും. അത് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ കളക്ടർ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇതൊക്കെ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇക്വേഷൻ എഴുതാം ഇങ്ങനെ: IC = ബീറ്റ IB + ICBO. ഇതിൽ ഈ ICBO എന്ന് പറയുന്നത് തെർമൽ ഇക്വലൻറ്റ് കറണ്ട് ഓഫ് കളക്ടറാണ്. കളക്ടർ ടു ബേസിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച്, അതൊരു റിവേഴ്സ് ബയസ് ജംഗ്ഷനാണ്. അവിടെ ടെമ്പറേച്ചർ കൊടുത്താൽ കറണ്ട് കൂടുന്നൊരു ഫിനോമിനൻ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. പക്ഷേ എന്തായാലും ICBO ഇസ് എ തെർമൽ കറണ്ട്. ആ തെർമൽ കറണ്ട് എന്നുള്ള ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നൊരു കറണ്ടാണ്. അപ്പോൾ ICO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ1 + ബീറ്റ ICO എന്ന് പറഞ്ഞൊരു കറണ്ടാണ്. ICO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കറണ്ടാണ്. അതും തെർമൽ ഇക്വലൻ്റ് ആയിട്ടുള്ള കറണ്ടാണ്. അതിന് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ICO എന്ന് പറഞ്ഞ സാധനം കൂടും. ICO കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ICEO കൂടും. ICEO കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും? IC കൂടും. IC കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, കൂടുതൽ നേരം വർക്ക് ചെയ്യുക, കൂടുതൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സർക്യൂട്ട് തന്നെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാക്കും. അതായത് ടെമ്പറേച്ചർ വീണ്ടും കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വീണ്ടും ഇത് കൂടും. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ദർ വിൽ ബി എ ഫിനോമിനൻ കോൾഡ് തെർമൽ റണ്ണവേ. അതായത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴേക്കും സാധനം കേടായി പോകും. അപ്പോൾ അതാണ് തെർമൽ റണ്ണവേ. അപ്പോൾ അതിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലും ICO കൂടിയാലും ഒക്കെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യണം. അതിനാണ് നമ്മൾ ബയാസിങ് കൊടുക്കുന്ന വേറൊരു ആവശ്യം അതാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എസ്. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ICO കീപ്പിംഗ് ബീറ്റ ആൻഡ് VB കോൺസ്റ്റൻറ്റ്. ബീറ്റയും VB ഒക്കെ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ICOയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ മാറുമ്പോഴാണ് ICO മാറുക. അങ്ങനെ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ കളക്ടർ കറണ്ട് എന്തോരം മാറും. കളക്ടർ കറണ്ട് മാറാൻ പാടില്ല. അതാണ് നമ്മുടെ ആവശ്യം. ബീറ്റ മാറിയാൽ മാറും, VB മാറിയാലൊക്കെ മാറും. പക്ഷെ അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ മാറിയാലും അത് മാറും. അത് മാറാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കുറേ ചൂടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഉപയോഗിച്ചാൽ വേറൊരു പെർഫോമൻസും, തണുപ്പുള്ളിടത്ത് കൊണ്ട് കഴിഞ്ഞാൽ വേറൊരു പെർഫോമൻസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ജനറൽ എക്സ്പ്രഷൻ ആണ് S = DIC/DICO when beta is equal to a constant and VB is a constant. അപ്പോൾ ഐസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ വി വിൽ ഗെറ്റ് ഇവൻച്വലി നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനകത്ത് നമുക്ക് DIB/DIC എന്നുള്ളൊരു പാരാമീറ്ററാണ് താഴത്ത് വരുന്നത്. അപ്പോൾ ആ പാരാമീറ്ററിനനുസരിച്ച് സ്റ്റെബിലിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടറിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് ഫോർ എ ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വിത്ത് നെസസറി ഇക്വേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ സർക്യൂട്ടൊക്കെ വോൾട്ടേജ് ഡിവൈഡറാണ്. ഈ R1 R2 എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ശരിക്കും ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇതേ ഏറ്റവും അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ്. അതുകൊണ്ടാണ് വൈഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ആംപ്ലിഫയേഴ്സ് നോർമലി നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത് ഓസിലേറ്റേഴ്സിലാണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പാമ്പായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്പാമ്പ് ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഈ താഴത്തെ ഡയഗ്രം നോക്കുക. ഇൻപുട്ടിൻ്റെ കൂടെ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നൊരു ഭാഗം ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ആഡ് ചെയ്ത് പോകുന്നത് ഇൻപുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതേ സമയത്ത് ഇൻപുട്ടിൻ്റെ കൂടെ അത് സബ്ട്രാക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് വേരിയേഷൻസ് വരുന്നത്? 2 ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അതിൽ ഓസിലേറ്ററിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ആംപ്ലിഫയറിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെയാണ് ഇപ്പോൾ ഞാൻ ഡയഗ്രം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക. കാരണം ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ആയിക്കോളം നിർബന്ധമല്ലേ, അതുകൊണ്ടാണ് വി എന്ന് കൊടുക്കാത്തത്. അത് കറണ്ടും ആവാം, അങ്ങനെയാണെങ്കിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൽ നിന്നൊരു എക്സസ് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫീഡ്ബാക്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫീഡ്ബാക്ക് എക്സ് എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് വരിക? എക്സ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എസ് മൈനസ് എക്സ് എഫ് എന്നാണ് വരിക. അതിൽ ഫീഡ്ബാക്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റയാണ്, അത് എക്സ് എഫ് ബൈ എക്സ് സീറോ ആണ്. അതേസമയത്ത് ഗെയിൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ഗെയിൻ എന്ന് പറഞ്ഞത് എ ആണ്, അത് എക്സ് സീറോ ബൈ എക്സ് ഐ ആണ്. അപ്പോൾ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സീറോ ബൈ എക്സ് എസ് ആണ്, സോഴ്സ് എന്ന് വരുന്ന സിഗ്നലാണ്. അപ്പോൾ അതിനകത്ത് ഈ വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്: ജി ഈസ് ഈക്വൽ ടു എ ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് വരും. അതിനകത്ത് എ ബീറ്റ ഈസ് നോൺ ആസ് ദ ലൂപ്പ് ഗെയിൻ. ഓക്കെ, ഇനി ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അവിടെ മൈനസിന് വരും പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ജി ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് എ ബീറ്റ എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി, ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഡിസ്റ്റോർഷൻ ആൻഡ് നോയ്സ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഡിക്രീസ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വേറെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെബിലിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് എ എഫ് എന്ന് പറയുന്നത് എ ബൈ 1 പ്ലസ് എ ബീറ്റ എന്നുള്ളതാണല്ലോ. അപ്പോൾ എ ബീറ്റ വെരി വെരി ഹയർ ആണ് എന്നുണ്ടെങ്കിൽ, എ ബീറ്റയുടെ വാല്യൂ വളരെയധികം കൂടുതലാണെങ്കിൽ എ എഫ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 ബൈ ബീറ്റ ആയിരിക്കും. സോ ഈവൻ ദോ എ എന്ന് പറഞ്ഞ വാല്യൂ എത്ര വലുതാണെന്നുണ്ടെങ്കിലും ആ എ ബീറ്റ എന്ന് പറയുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഡീസെൻസിറ്റിവിറ്റി ഫാക്ടർ എന്നാണ് പറയുക, 1 പ്ലസ് എ ബീറ്റ. അത് വെച്ചിട്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് എന്താ പറയും, സ്റ്റേബിളായി തുടർന്നുകൊണ്ടിരിക്കുക, ഇൻഡെഫിനറ്റ്ലി കൂടുകയോ കുറയൊന്നും ചെയ്യില്ല. ഇനി ഡിസ്റ്റോർഷൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഡിസ്റ്റോർഷൻ ഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഫീഡ്ബാക്കും കൂടെ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഡി ബൈ 1 പ്ലസ് എ ബീറ്റ, അതായത് ഡിസ്റ്റോർഷൻസ് കുറയുകയാണ് ചെയ്യുക. ഇനി ഇൻപുട്ട് ഇംപിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 1 പ്ലസ് എ ബീറ്റ. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇറ്റ് വിൽ ഗെറ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ തൽക്കാലം പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി ബാൻഡ് വിഡ്ത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ചേഞ്ച്, അതായത് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്തിൽ എങ്ങനെയാണ് വേരിയേഷൻ വരിക, ദിസ് ഇസ് എ ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എന്താ സംഭവിക്കണം എന്നുള്ളതാണ്. അതായത് ഫീഡ്ബാക്കും കൂടെ വരുന്ന സമയത്ത് ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈ രണ്ട് ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. FLF ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ബി ഇൻക്രീസ് 1 ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് പറയുന്നത് അത് ഡിക്രീസ്ഡ് ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്, 1 ബൈ 1 പ്ലസ് എ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് 1 പ്ലസ് എ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേയും കൂടെ അങ്ങോട്ട് തള്ളും. അപ്പോൾ എന്ത് പറ്റും, ബാൻഡ് വിഡ്ത്ത് കുറേയും കൂടെ ഇൻക്രീസ് ചെയ്യും. അതായത് ഇനീഷ്യലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇനീഷ്യലി ബാൻഡ് വിഡ്ത്ത് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്തായി, FL കുറച്ചും കൂടെ കുറഞ്ഞു. FL നേരത്തെ ഇവിടെയും FH നേരത്തെ ഇവിടെയായിരുന്നു വിചാരിക്കുക, FL കുറച്ചും കൂടെ കുറഞ്ഞു, അപ്പോൾ അത് ഇങ്ങോട്ടായി. FH കുറച്ചും കൂടെ കൂടി, അപ്പോൾ ഇങ്ങോട്ടായി. അപ്പോൾ എന്ത് പറ്റി, ഗ്രാഫ് കുറേയും കൂടെ വൈഡറായി, അതായത് ബാൻഡ് വിഡ്ത്ത് കുറേയും കൂടെ കൂടി. ഓക്കെ, അപ്പോൾ അതാണ് എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി കാസ്കേഡിങ്. വാട്ട് ഈസ് കാസ്കേഡിങ്? കാസ്കേഡിങ് മീൻസ് കണക്റ്റിംഗ് ദ സർക്യൂട്ട് സൈഡ് ബൈ സൈഡ്. ഇപ്പോൾ ആംപ്ലിഫയേഴ്സ് ആണെങ്കിൽ കാസ്കേഡഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംപ്ലിഫയറിൻ്റെ പുറകെ ഒരു ആംപ്ലിഫയറായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ കാസ്കേഡിങ് ഓഫ് ആംപ്ലിഫയർ എന്ന് പറയാം. ഒറ്റ ആംപ്ലിഫയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ഔട്ട് ബൈ എക്സ് ഇൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഡയഗ്രം ഒക്കെ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 80 ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് ഔട്ട് ബൈ എക്സ് 1 ആയിരിക്കും. ഫസ്റ്റ്
സ്റ്റേറ്റ് 1ലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് x1ൻ്റെ ഇക്വേഷൻ A1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 ഔട്ട് ഡിവൈഡ് ബൈ x1 ഇൻ ആയിരിക്കും. അങ്ങനെ 1 by 1 സ്റ്റേജുകൾ പോയി നോക്കുന്ന സമയത്ത് ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് സ്റ്റേജ്, product of gains of each stage. അതായത് AT will be equal to A1 into A2 into A3 into up to n number of stages ഉണ്ടെങ്കിൽ. അതേ സമയത്ത് നമ്മളതിനെയൊക്കെ ഡി ബിയിലേക്ക് മാറ്റാനാണെങ്കിൽ അത് സമ്മേഷൻ ആയിരിക്കും, A1 പ്ലസ് A2 പ്ലസ് എന്നായിരിക്കും, ഇതൊക്കെ ഡി ബിയിലാണെങ്കിൽ. ഇനി ഫ്രീക്വൻസിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ വേരിയേഷൻ ഇതാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് n ഇസ് ദ നമ്പർ ഓഫ് സ്റ്റേജസ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേരിയേഷൻസ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നിൻ്റെ വാല്യൂ 1 2 3 4 ഒക്കെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളത് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാസ്കേഡിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് തേർഡ് മോഡ്യൂളിൽ നിന്ന്. ഓക്കെ, തേർഡ് മോഡ്യൂളിൽ നമുക്ക് അങ്ങനെ മൊത്തമായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് വൈഡാണ്, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു മോഡ്യൂളിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് ഞാൻ ഒന്ന് ചെയ്തിട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.